അങ്ങനെ കാഞ്ഞങ്ങാട് നിന്ന് പടിമരുന്ന് വരെ പോയ കഥയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. രാവിലെ തന്നെ വണ്ടി എടുത്ത് അമ്മയോടും അനിയത്തിനോടും ബൈ പറഞ്ഞ് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. പണ്ടാരോ കുളവും വേണം റോഡും വേണം എന്ന് പറഞ്ഞ പോലെയാണ് ആലയ റോഡിന്റെ അവസ്ഥ. ഇതിപ്പോ ഇവന് പോകാൻ വേണ്ടി ഞാൻ മാറിക്കൊടുക്കേണ്ട അവസ്ഥയാണ്. എന്റെ അളിയ, ഇത് കണ്ട വീഴാത്ത ഒരു ആമ്പിള്ളാരും നമ്മുടെ നാട്ടിലില്ല. അങ്ങനെ രാവിലെ തന്നെ ഇച്ചുവിനെ അങ്ങ് പൊക്കി. ഇവനെ പിക്ക് ചെയ്യാൻ വേണ്ടിട്ട് കുശാൽ നഗറിൽ എപ്പോ വന്നാലുള്ള അവസ്ഥയാണ് ഈ കാണുന്ന ഗേറ്റ്. അങ്ങനെ ഓഫീസിലെത്തി പൊങ്ങാത്ത ഷട്ടർ മുക്കി പൊന്തിക്കുന്നത് നമ്മുടെ ഇച്ചു. പക്ഷെ ചെക്കനെ കളിയാക്കാൻ പാടില്ല, ജിമ്മിന് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഓഫീസിൽ നിന്ന് ക്യാമറയും കാര്യങ്ങളും എടുത്ത് നമ്മളിങ്ങ് ഇറങ്ങി പടിമരുന്നുള്ള നമ്മുടെ ക്ലയന്റിന്റെ വീഡിയോ കവർ ചെയ്യാനുണ്ടെന്ന്. എല്ലാരും പൊതുവെ ഓഫീസിൽ വൈകിയാണ് എത്താറ്. എന്നാൽ ഈ ഒരു മുതൽ 1 മണിക്കൂർ മുമ്പേ ഓഫീസിൽ എത്തിയിട്ടുണ്ടാവും. അങ്ങനെ കാഞ്ഞങ്ങാട് മാവങ്കാലുള്ള പമ്പിൽ നിന്ന് പെട്രോൾ അടിച്ച് നമ്മൾ നേരെ വിട്ടു പടിമരുന്നിലേക്ക്. മഴ എന്നെല്ലാം പറഞ്ഞാൽ എന്തൊരു മഴ! ക്ലയന്റിന്റെ വീട്ടിലെത്തി. ഈ കാണുന്ന ചേട്ടൻ നമ്മുടെ അടുത്ത് കാണിച്ച സ്നേഹം പറഞ്ഞാൽ മതിയാവൂല. നല്ല ചൂട് വെള്ളയപ്പവും ചിക്കൻ കറിയും. ഓ അടിപൊളി. ഇന്നത്തെ വീഡിയോഗ്രാഫി സെക്ഷൻ ഹാൻഡിൽ ചെയ്യുന്നത് ഇച്ചു ആണ്. പടിമരുത്ത് പള്ളിയിൽ വെച്ചാണ് ഫംഗ്ഷൻ നടക്കുന്നത്. പുതിയൊരു ഫോട്ടോഗ്രാഫറിനെ പരിചയപ്പെട്ടു. നൈസ് ആളാണ്. എന്നാലും വർക്കും കാര്യങ്ങളെല്ലാം നല്ല അടിപൊളിയായിട്ട് തന്നെ കംപ്ലീറ്റ് ആയി. എന്തായാലും പടിമരുത്ത് വരെ വന്നതല്ലേ, അമ്മേന്റെ വീടിന്റെ തൊട്ടടുത്താണ്. അപ്പൊ അവിടെയും കൂടി ഒന്ന് പോയിട്ട് വരാം. എന്ത് ഭംഗിയാന്ന് ഇവിടുത്തെ ഓരോ കാഴ്ചകളും കാണാൻ വേണ്ടിയിട്ട്. ഞാനും ഇച്ചും കൂടി ഇതൊക്കെ കണ്ടു അങ്ങ് നടന്നു. ഇതാണ് അമ്മേന്റെ വീട്. ഞാൻ വരുന്നുണ്ടെന്ന് വിളിച്ചു പറഞ്ഞതുകൊണ്ട് അമ്മേന്റെ പപ്പയും അമ്മയും എന്നെയും കാത്ത് മുമ്പിൽ തന്നെ ഇരിപ്പുണ്ടായിരുന്നു. ബിഗ് ബിയിലെ ബിലാല് വരുന്നത് പോലെ റെയിൻകോട്ട് ഇട്ടുകൊണ്ട് വരുന്നത് നമ്മുടെ വീട്ടിലെ പുതിയ അംഗമാണ്. ഈ ചിരിച്ചോണ്ടിരിക്കുന്നത് എന്റെ കുഞ്ഞുങ്ങളാണ്. ഇവരുടെ കല്യാണം കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞാൻ ഇറങ്ങി. വണ്ടിയും കൊണ്ട് പോകുമ്പോഴാണ് റോഡിലൊരു ബോൾ കണ്ടത്. അതങ്ങെടുത്ത് മാറ്റി. സംഭവം ചെറുതാണെങ്കിലും വലിയ അപകടം വരെ ഇതിൽ വഴി വരാവുന്നതാണ്. തിരിച്ച് കാഞ്ഞങ്ങാട് തന്നെ എത്തി. മൈജിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ നിന്ന് ഐറ്റം പർച്ചേസ് ചെയ്ത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. വീട്ടിലേക്ക് പോകുമ്പോഴാണ് അനിയത്തി വിളിച്ചു പറയുന്നത് ഇപ്പി നൂഡിൽസ് വാങ്ങിയിട്ട് വരണം. അങ്ങനെ ഐഡിയൽ ബേക്കറിയിലേക്ക് നേരെ വിട്ടു. ഷട്ടർ ക്ലോസ് ആക്കി. എന്നാലും ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രം എനിക്ക് വേണ്ടി ഓപ്പൺ ചെയ്ത് തന്നു. അങ്ങനെ നൂഡിൽസും വാങ്ങി. ഇവിടെ ഞാൻ സ്ഥിരം കുടിക്കാറുള്ള ഡ്രിങ്കും ആയിട്ട് ഞാൻ ഇറങ്ങി. വീട്ടിലെത്തിയപ്പോഴേക്കും ആള് ചെറുതായിട്ട് ഇറങ്ങിപ്പോയി. അപ്പൊ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നാളെ.